ഹലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ അലുവ പോലെ എന്തായി മുറിക്കുന്നതെന്നല്ലേ? അലുവയല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു അരപ്പ്. ഇത് 6 തരം കറികൾ ഉണ്ടാക്കാൻ പറ്റുമേ. ചിക്കൻ, ബീഫ്, മുട്ട, ചീമച്ചക്ക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വെണ്ടയ്ക്ക, പിന്നെ കിഴങ്ങ് മാത്രം ഇട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും വയ്ക്കാം. അപ്പം എനിക്ക് സഹായം ആരെങ്കിലും ഉള്ളപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി ലേബൽ ചെയ്ത് സൂക്ഷിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നാലോ, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ അധികമായിട്ടുള്ളപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കറി എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളപ്പോൾ ഈ ഒരരപ്പ് ഒരുപാട് പ്രയോജനപ്പെടും. എന്നിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. എന്നിട്ട് ആവശ്യമനുസരിച്ച് അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് കറി ഉണ്ടാക്കും. ഇതിപ്പോൾ മുട്ടക്കറി 4 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള അരപ്പാണ് ഈ പാക്കറ്റിലുള്ളത്. ഇതുപോലെ അരപ്പിട്ടു, കിഴങ്ങിട്ടു, നല്ലോണം ഒന്ന് ചൂടാക്കി, 2 പാലും കുറച്ച് വെള്ളവും കൂടെ, ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു, ഉപ്പിട്ടു. ആ കിഴങ്ങ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഷ്ണം വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കോൺഫ്ലവർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് തിളച്ചു പോകാതെ നല്ല കൊഴുത്ത ചാറോടുകൂടി വാങ്ങി നമുക്ക് എന്തിൻ്റെ കൂടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഇത് നല്ല ഒന്നാന്തരം ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇവിടെ നമുക്കുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പം അത് കാണിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷൈനി സേവ്യർ. ജീവിതം ഏതാണ്ട് സന്ധ്യയോടടുത്ത് നിൽക്കുന്ന ഒരു വീട്ടമ്മയാണ്. എന്തിനാ ഈ സമയത്ത് ഈ പരിപാടിക്കൊക്കെ പോയെന്ന് ആലോചിക്കില്ല കേട്ടോ. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ, ചെറിയ കുക്കറി വീഡിയോ, ചെറിയ യാത്രകളുടെ വീഡിയോ ഒക്കെ ആയിട്ട്. അങ്ങനെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു എന്ന് വിചാരിച്ചാൽ മതി. തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാകപ്പിഴകളുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പം തന്നെ കണ്ടില്ലേ, കടുക് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതൊന്നും ആർക്കും അറിഞ്ഞുകൂടാത്തതല്ലെന്ന് എനിക്കറിയാം. എങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ടു, ഉപ്പിട്ടു. ഇനി പാതി മുറിച്ച പച്ചമുളക് ഒരു 10-20 ഇട്ടു. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് ഇപ്പം നിങ്ങൾ നോക്കിയേ, എന്തുമാത്രം ആ പാത്രത്തിൽ നമുക്ക് ശരിക്കും നിളക്കാൻ പറ്റാത്ത പോലെ ഉള്ളിയുണ്ടല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ, കുറേയൊക്കെ അതൊന്ന് വഴന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇത് എത്ര നന്നായിട്ട് വഴറ്റുന്നു അതിലാണ് അതിൻ്റെ സീക്രട്ട്. അത്രയും നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കാനുള്ളതല്ലേ. ഇപ്പം കണ്ടില്ലേ, വീണ്ടും കുറഞ്ഞു. അപ്പോൾ ഫ്രീസറിൽ വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റുക. ഒരിച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. മല്ലിപ്പൊടി ഒരു 6 ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ. ഇത് 4 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള കറിയാണല്ലോ, അതുകൊണ്ടാണ് എല്ലാം കൂടുതൽ കേട്ടോ. മുളക് പൊടി മാത്രം 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ കുരുമുളക് പൊടിയുടെ എരിവും വരുന്നുണ്ടല്ലോ, പിന്നെ പച്ചമുളകുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് പോകാതെ ഒന്ന് വഴറ്റി ആവശ്യത്തിന് മൂക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റായിപ്പോൾ. അതുകൊണ്ട് അത് അരപ്പ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം തളിച്ച് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അവസാനം ചേർത്തായിരുന്നു കേട്ടോ. അതോടെ കൂട്ടിയാണ് 6 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്. അപ്പോൾ ഇത് വെള്ളം തളിച്ച് എന്തുമാത്രം നന്നായിട്ട് നിങ്ങൾക്ക് വഴറ്റാൻ പറ്റുമോ അത്രയും നാൾ ഇരിക്കും, അത്രയും ടേസ്റ്റുമായിരിക്കും ഇത്. പിന്നെ ഉപ്പ്, പിന്നെ മല്ലിയില ഒക്കെ നമുക്ക് ഏറ്റവും അവസാനം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മല്ലിയില വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ അരപ്പ് വഴറ്റി തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്കുണ്ടാക്കുന്ന സമയത്ത് മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതുപോലെ ഇട്ട് ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ പാത്രത്തിലാക്കി 3 ആയിട്ടാണെന്നുണ്ടെങ്കിൽ 3 ആയിട്ട്, അല്ലെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് അതെടുത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മുട്ടക്കറിയുടെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ മുട്ട റോസ്റ്റ്, മീൻകറി, ബീഫ് ഉലർത്ത്,
ഇറച്ചിക്കറികൾ, തീയൽ, ഇതിൻ്റെയൊക്കെ അരപ്പ് നമുക്ക് ഇതുപോലെ കൂടുതലായിട്ടുണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാവർക്കും നിങ്ങൾക്കറിയാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.